നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് മാപ്ര കോലുകൾക്ക് മുന്നിൽ എത്ര പുലയാട്ട് നടത്തിയാലും മുൻ സഹപാഠിയായിട്ടുള്ള പിണറായി വിജയനെ കുറിച്ച് കെ സുധാകരന്റെ ഉള്ളിലുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? കാര്യം രാഷ്ട്രീയത്തിന്റെ പേരിൽ അധികാരം നിലനിർത്താൻ വേണ്ടി പലപ്പോഴും പുലഭ്യം കൊണ്ട് ആറാട്ട് നടത്താറുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് പിണറായി എന്താണെന്ന് സുധാകരന് നല്ല ബോധ്യമുണ്ട്. താങ്കളോടൊപ്പം അടിയന്തരാവസ്ഥക്കാലത്ത് ഒപ്പം തന്നെ ജയിലിൽ കിടന്ന ഒരാളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹവുമായിട്ടുള്ള താങ്കളുടെ ഇക്വേഷൻ എങ്ങനെയാണ്? അദ്ദേഹം എന്റെ രാഷ്ട്രീയ എതിരാളിയാണ്. ഇപ്പോൾ കേരളത്തിൽ എന്റെ രാഷ്ട്രീയ എതിരാളി CPM ആണ്. CPM-ന്റെ അതിപ്പോൾ കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ അദ്ദേഹം SFI, ഞാൻ KSU ആയിട്ട് വർക്ക് ചെയ്തു വന്നതാണ്. അദ്ദേഹം അന്നത്തെ കാലത്തൊക്കെ പുള്ളി പാർട്ടിയുടെ അകത്ത് ഹാർഡ് വർക്കറായിരുന്നു. ഏത് പ്രതിസന്ധിയും പുള്ളി തരണം ചെയ്യാൻ നിൽക്കും, മുൻപിൽ നിൽക്കും. ആ ഒരു സിൻസിയറിറ്റി ടു പാർട്ടി, അത് അദ്ദേഹത്തിന്റെ ഒരു വലിയ അസറ്റ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ പല ക്വാളിറ്റി എനിക്കില്ല. അദ്ദേഹം വളരെ ഷാർപ്പാണ്, എല്ലാറ്റിനും ഷാർപ്പ് ആൻഡ് ഷൂഡാണ്. അദ്ദേഹം എടുക്കുന്ന തീരുമാനം, മനസ്സിന്റെ അകത്തൊരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിന്റെ വ്യതിചലിക്കാതെ അതിന്റെ ഉള്ളിൽ പോകുന്നൊരു സ്വഭാവം. കേട്ടില്ലേ? പലപ്പോഴും മാപ്ര കോലുകൾക്ക് മുന്നിൽ പുലഭ്യം പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് ആക്ഷേപമോ അല്ലെങ്കിൽ അയാളെ വിമർശിക്കാനുള്ള കണ്ടന്റ് കുറയുമ്പോഴാണ് നമ്മൾ എന്തിലേക്ക് പോകുന്നത്? പുലഭ്യത്തിലേക്കും പുലയാട്ടിലേക്കും പോകുന്നത്. അതിനപ്പുറത്തേക്ക് ഒരാൾക്ക് സ്വാഭാവികമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാൻ വാക്കുകൾ ഉണ്ടെങ്കിൽ പിന്നീട് ഈ തെറി അല്ലെങ്കിൽ മോശം പരാമർശങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. ആ മോശം പരാമർശങ്ങളിലേക്ക് പലപ്പോഴും സുധാകരൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, പിണറായി വിജയൻ എന്ന വ്യക്തിയെക്കുറിച്ച് അദ്ദേഹത്തിന് ഉള്ളിൽ കൃത്യമായ ബോധ്യമുണ്ട്. പിന്നെ അണികളെ പിടിച്ചു നിർത്താൻ അതിന് പിണറായിയെ ഒരു 10 പുലഭ്യം പറഞ്ഞാലേ ചുറ്റും ആള് നിൽക്കത്തുള്ളൂ. കാര്യം ഈ നാട്ടിൽ ഇടതുപക്ഷത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ ശത്രുക്കളായി കാണുന്നത് പിണറായി വിജയനാണ്. അങ്ങനെ പിണറായി വിജയനെ ഒരു ശത്രുപക്ഷത്താക്കാൻ വേണ്ടി വലതുപക്ഷ മാധ്യമങ്ങൾ ഉൾപ്പെടെ രചിച്ച പല കള്ളക്കഥകളുണ്ട്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി എന്താണെന്ന് അനുഭവ സാക്ഷ്യപ്പെടുത്തലിലൂടെ പലർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ പറഞ്ഞതല്ല, മാധ്യമങ്ങൾക്ക് ഒരു ലീഡറിന്റെ ക്വാളിറ്റി തിരിച്ചറിഞ്ഞുകൊണ്ടും അദ്ദേഹം CPM-നെ സംബന്ധിക്കുന്നിടത്തോളം ഒരു ലോങ് ടേം പ്രോജക്റ്റ് ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമായിരുന്നു? വാക്കുകൾ കൊണ്ട് ഒരു വ്യക്തിക്ക് ചുറ്റും തെറ്റിദ്ധാരണകൾ നിരത്തുക. അതിനുവേണ്ടി ഇപ്പോഴും ഓരോ ഇടങ്ങളിൽ ക്യാമറകളുമായി കാത്തു നിൽക്കുകയാണ്. ചലനങ്ങൾ എടുക്കാൻ, ഏതെങ്കിലും ഒരു പ്രതികരണം എടുക്കാൻ, ഏതെങ്കിലും ഒരു തിരിച്ചുള്ള മറുപടി എടുക്കാൻ. ഇങ്ങനെ ഏതിലായിരുന്നാലും ശരി, പിണറായി വിജയനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ പലതരത്തിൽ നെഗറ്റീവ് വാർത്തകൾ ഇങ്ങനെ ഒഴുകും. എന്തുകൊണ്ടാണ്? പിണറായി വിജയൻ എന്നുള്ളത് ഈ പറയുന്ന വലതുപക്ഷ രാഷ്ട്രീയക്കാർക്ക് തകർക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് പലരുടെയും ഉള്ളിലുണ്ട്. പല രൂപത്തിൽ, പല ഭാവത്തിൽ, പലപ്പോഴും അവരുടേതായ സ്വകാര്യ മാധ്യമ ഇടങ്ങളിലൊക്കെ ഇത് തുറന്നു പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഒരു യഥാർത്ഥ ലീഡർ എന്താണെന്ന് ഈ സമൂഹത്തിന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ഏറ്റവും കൂടുതൽ പുലഭ്യവും പുലയാട്ടും നടത്തുന്ന സുധാകരൻ അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് ഉള്ളാലെയുള്ള കാര്യം? തനിക്ക് പോലും പിണറായിയുടെ ഇച്ഛാശക്തിയോ സംഘടനാപരമായിട്ടോ അല്ലെങ്കിൽ ഏറ്റെടുക്കുന്ന ജോലി ചെയ്യാനുള്ള ആ കപ്പാസിറ്റി ഇല്ലെന്ന് തുറന്ന് സമ്മതിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ കൃത്യമായി അനലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, എന്തിനേയും ആക്രമിക്കുമ്പോൾ അതിന്റെ മസ്തകത്തിൽ അടിക്കണമെന്നാണ്. അതുപോലെ CPM-നെയോ സർക്കാരിനെയോ അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് വിഷയം വന്നാലും മസ്തകം എന്നുള്ള നിലയ്ക്ക് അത് പിണറായി വിജയനാണ്. സ്വാഭാവികമായിട്ടും ഇവരെല്ലാം ഒരുമിച്ച് നിന്ന് കല്ലെറിയുന്നതും ആർക്കെതിരെയായിരിക്കും? എന്തുകൊണ്ടായിരിക്കും? ഒരു സീറ്റിലിരിക്കുന്ന വ്യക്തി അദ്ദേഹം അവിടെ പ്രവർത്തിക്കാത്ത വ്യക്തിയാണെങ്കിൽ ആരും അതിനെക്കുറിച്ച് സംസാരിക്കില്ല. പക്ഷേ ഇടപെടലുകൾ വളരെ സൂക്ഷ്മതയോടുകൂടിയും വളരെ കൃത്യമായിട്ടും ചെയ്യുകയാണെങ്കിൽ അത് ഈ കണ്ടു നിൽക്കുന്ന ടീമുകൾക്ക് അപകടം മണക്കും. ചെയ്യുന്ന പ്രവൃത്തി കൃത്യമാണ്, പോകുന്ന വഴി ശരിയാണ്. ആ വഴി പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നടക്കുന്നില്ല എന്ന് വരുമ്പോൾ സ്വാഭാവികമായി ചെയ്യേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നമ്മുടെ കയ്യിലുള്ള ടൂളുകൾ, അതായത് മാധ്യമങ്ങൾ, അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ പോകുന്ന വ്യക്തിയുടെ വഴികളിൽ കല്ലും മുള്ളും നിറയ്ക്കുക. അതിലൂടെ ആ വ്യക്തിയെ ജനസമൂഹത്തിന്റെ മുന്നിൽ അവഹേളിക്കുക, അപമാനിക്കുക. അയാൾ പുലർത്തുന്ന വ്യക്തിത്വത്തെയും അയാൾ പുലർത്തുന്ന സത്യസന്ധതയും ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി ആൾക്കാരുടെ ഇടയിൽ സംശയത്തിന്റെ വിത്ത് പടർത്തുക എന്നുള്ളത് മാത്രമാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഓരോ വ്യക്തിയുടെ മനസ്സിലുണ്ട് കേരളം കഴിഞ്ഞ 8 വർഷം അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയുടെ കഴിവും ക്വാളിറ്റിയും എന്താണെന്ന് സുധാകരന്റെ ആ വാക്കുകൾ തന്നെ നിഴലിക്കുന്നുണ്ട്. സുധാകരനോട് വ്യക്തിപരമായി സംസാരിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ എന്ന വ്യക്തിയെ സംബന്ധിച്ച് ഇതായിരിക്കും നിങ്ങളോട് പറയുന്നത്. നേരത്തെയും പിണറായി വിജയന്റെ പിതാവിന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അച്ഛന് വിളിച്ചുകൊണ്ടൊക്കെ ആക്ഷേപിക്കുമ്പോൾ പോലും പിണറായിക്ക് അറിയാം ഞാൻ എന്താണെന്ന് സുധാകരൻ പറയാറുണ്ട്. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. താങ്കളോടൊപ്പം അടിയന്തരാവസ്ഥക്കാലത്ത് ഒപ്പം തന്നെ ജയിലിൽ കിടന്ന ഒരാളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ.
അദ്ദേഹവുമായിട്ടുള്ള താങ്കളുടെ ഇക്വേഷൻ എങ്ങനെയാണ്? അദ്ദേഹം എന്റെ രാഷ്ട്രീയ എതിരാളിയാണ് ഇപ്പോൾ. കേരളത്തിൽ എൻ്റെ രാഷ്ട്രീയ എതിരാളി CPM ആണ്. CPM അതിപ്പോൾ കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ അദ്ദേഹം SFI, ഞാൻ KSU ആയിട്ട് വർക്ക് ചെയ്തു വന്നയാളാണ്. അദ്ദേഹം അന്നത്തെ കാലത്തൊക്കെ പുള്ളി പാർട്ടിൻ്റെ അകത്ത് ഹാർഡ് വർക്കറായിരുന്നു. ഏത് പ്രതിസന്ധിയും പുള്ളി തരണം ചെയ്യാൻ മുൻപിൽ നിൽക്കും. ആ ഒരു സിൻസിയറിറ്റി ടു പാർട്ടി, അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ അസറ്റ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പല ക്വാളിറ്റി എനിക്കില്ല. അദ്ദേഹം വളരെ ഷാർപ്പാണ്, എല്ലാറ്റിനും ഷാർപ്പ് ആൻഡ് ഷൂഡാണ്. അദ്ദേഹം എടുക്കുന്ന തീരുമാനം, മനസ്സിൻ്റെ അകത്തൊരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിൻ്റെ വ്യതിചലിക്കാതെ അതിൻ്റെ ഉള്ളിൽ പോകുന്നൊരു സ്വഭാവത്തിൽ